മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ജിഷിനും ലക്ഷ്മിയും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഡെയിലി ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകും. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജുണ്ട്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നതും ഒരവസരം കിട്ടുമ്പോൾ വഴക്കുണ്ടാക്കുന്നതും നമ്മുടെ ജിഷിൻ തന്നെയാണ്. ഇന്നും നമ്മുടെ ജിഷിൻ തന്നെയാണ് ലക്ഷ്മിനെ ചൊറിഞ്ഞുകൊണ്ട് ചെന്നിരിക്കുന്നത്. ഇന്ന് ജിഷിൻ ലക്ഷ്മിയുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന കാരണം ലക്ഷ്മി ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഇന്നലെ രാത്രി കട്ട് ചെയ്തു വെച്ചു എന്നാണ്. അതായത് ജിഷിൻ പറയുന്നത് അങ്ങനെ പച്ചക്കറി നേരത്തെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട, അത് വിഷമാണ്, നീ ഉണ്ടാക്കിത്തരുന്ന വിഷം ഞാൻ കഴിക്കില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിഷിൻ ലക്ഷ്മിയുമായി വലിയൊരു ഫൈറ്റ് കിച്ചണിൽ വെച്ച് നടക്കുന്നു. അതിനുശേഷം നമ്മുടെ ജിഷിൻ ഈ കാര്യം പറയാൻ വേണ്ടി നമ്മുടെ ലിവിങ് റൂമിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ അഭിലാഷ്, നെവിൻ, ബിന്നി, അക്ബർ ആ ഒരു ഗ്യാങ് ഇരിക്കുന്നു, ഒനിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വന്ന് പറയുന്നു, അവൾ ഇന്ന് ലഞ്ചിനുള്ള പച്ചക്കറി ഇന്നലെയെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ, അത് വിഷമാവില്ലേ, ഞാൻ ഒരു കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്കറിയാം പച്ചക്കറി അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ അവരോട് വലിയ കാര്യമായിട്ട് ലക്ഷ്മിയുടെ കുറ്റം വന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിലാഷ് കയറി പറയുന്നു, ലക്ഷ്മി ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഇന്നലെ പച്ചക്കറി കട്ട് ചെയ്തത്, ലക്ഷ്മിയാണല്ലോ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ, ലക്ഷ്മി ഇന്നലെ ചോദിച്ചിരുന്നു ഇതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർക്ക് ജോലി ഈസി ആകുവാണെങ്കിൽ ഈസി ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ലക്ഷ്മി കട്ട് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ ജിഷിൻ ചമ്മിപ്പോയതുപോലെയായി. കാരണം ലക്ഷ്മിയുടെ കുറ്റം ഇതൊരു കാരണമായിട്ട് പറയാൻ വേണ്ടി വലിയ കാര്യത്തിനാണ് നമ്മുടെ അക്ബറിൻ്റെയും ഒനീലിൻ്റെയും അഭിലാഷിൻ്റെ ഒക്കെ അടുത്ത് വന്നത്. പക്ഷേ അവർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ജിഷിന് വളരെ പെട്ടെന്നൊരു ചമ്മിപ്പോയതുപോലെയായി. അപ്പോൾ ജിഷിൻ ചോദിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല, നിങ്ങൾ മാത്രം സമ്മതിച്ചാൽ മതിയോ, എന്തുകൊണ്ട് എൻ്റെ സമ്മതം ചോദിച്ചില്ല എന്നൊക്കെ ചോദിച്ച് പിന്നെ അതായി പ്രശ്നം. അതിനുശേഷം ജിഷിൻ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അതായത് നമ്മുടെ അഭിലാഷിനോടും അക്ബറിനോടും ശരത്തിനോടൊക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല ന്യായങ്ങളാണ്, എന്നോട് അഭിപ്രായം ചോദിക്കാതെയാണ് ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്ക് പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഒരു ന്യായമേ ഉള്ളൂ, എനിക്ക് ഇവളുണ്ടാക്കി തരുന്ന വിഷം വേണ്ടെന്ന് പറഞ്ഞാൽ വിഷം വേണ്ട. അപ്പോൾ അവർ പറയുന്നത്, ജിഷിൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് ജിഷിൻ്റെ ഇഷ്ടം, ഞങ്ങൾ ഫുഡ് കഴിക്കും, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾ അത് ഇന്നലെ ഓക്കെ പറഞ്ഞതാണ് എന്ന്. ഉടനെ നമ്മുടെ ലക്ഷ്മി പറയുന്നത്, ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, അങ്ങനെ ഫുഡ് കഴിക്കാതിരുന്ന് ക്ഷീണിച്ച് ഇവിടെ നിന്ന് വേഗം ഒന്ന് പോ, അപ്പോൾ അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്ന് നമ്മുടെ ജിഷിനോട് പറയുന്നു. ജിഷിനപ്പം അവിടുന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, ഇവിടുന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, രണ്ടുപേരോടും വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അഭിലാഷ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഫുഡിനെ ബാധിക്കാൻ പാടില്ല, ഇത് ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല, മറ്റേയാൾ പറയുന്നത് ഇയാൾക്കും ഇഷ്ടപ്പെടില്ല, രണ്ടുപേരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇന്നലെ ആണെങ്കിലും ജിഷിൻ ഫുഡ് ഉണ്ടാക്കില്ല, അതല്ലെങ്കിൽ രാത്രിയിൽ കറി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ, അതിനാണ് അഭിലാഷ് പറയുന്നത്, രാത്രി ഡിന്നറിന് കറി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തീർക്കുക, അതല്ലാതെ നിങ്ങളുടെ ഡ്യൂട്ടി ഒന്നും ചെയ്യാതിരിക്കുക എന്നൊക്കെ. ജിഷിൻ അതിന് പറയുന്നത്, ഞാനും ലക്ഷ്മിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അതുമല്ല ഞാൻ അവളോടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടെ ഡ്യൂട്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടുമില്ല എന്ന്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ഇന്നലെ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നതോ എന്ന്. അപ്പോൾ ജിഷിൻ പറയുന്നത്, എന്നിട്ട് ഞാൻ വെച്ചല്ലോ, പിന്നെന്തിനാണ് ആ ഒരു കാര്യം പറയുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ജിഷിനോട് പറയുന്നത്, നിങ്ങൾ ആളെ കൂട്ടാതെ ഒറ്റയ്ക്ക് വാ, എന്നോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് വാ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ പോയി അവരോട് ഇവരോടൊക്കെ പറയും, എന്നിട്ട് ഇവിടെ അവരെ കൂട്ടിക്കൊണ്ടുവരും, എന്തിനാണ്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് വന്ന് പറയടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ വീണ്ടും മറ്റേ കാര്യം എടുത്തിടുക, അതായത് വെജിറ്റബിൾ കട്ട് ചെയ്ത് നേരത്തെ വെച്ചു, അതെന്തുകൊണ്ട് എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് ജിഷിനോട് ചോദിച്ചില്ല, ജിഷിൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നത്, ലക്ഷ്മി ഞങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് പച്ചക്കറി കട്ട് ചെയ്തോട്ടെ എന്നല്ല ചോദിച്ചത്, ലിവിങ് റൂമിൽ എല്ലാവരും ഇരുന്ന സമയത്താണ് ലക്ഷ്മി എഴുന്നേറ്റ് നിന്ന്, ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ചോദിച്ചത്, വെജിറ്റബിൾ നേരത്തെ ഒരു ദിവസം മുമ്പേ കട്ട് ചെയ്ത് വെച്ചോട്ടെ, ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ആ സമയത്ത് ജിഷിൻ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ ജിഷിൻ, ഞാനോ, ഞാൻ കേട്ടില്ല. അപ്പോൾ അക്ബർ പറയുന്നു, അതാണ് തൻ്റെ കുഴപ്പം, താൻ കേട്ടില്ല, അല്ലാതെ ലക്ഷ്മി ചോദിക്കാഞ്ഞിട്ടല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജിഷിൻ വീണ്ടും ചമ്മി നാറുകയാണ്. ലാസ്റ്റ് ജിഷിൻ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് നൈസായി സ്ക്യൂട്ടാവുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.